ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സെപ്റ്റംബർ 2024 മുതൽ നമ്മുടെ CMA US സിലബസ് അപ്ഡേറ്റ് ആയ വിവരം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പക്ഷെ പലർക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സമ്മറൈസ്ഡ് ഫോമിൽ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്തൊക്കെ പോർഷൻസ് ആഡ് ആയി, എന്തൊക്കെ പോർഷൻസ് ഡിലീറ്റ് ആയി. സോ ഈ ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ CMA US ഞാൻ സെൽഫ് സ്റ്റഡിയിലൂടെയാണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ജേർണിയും അതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ ഉള്ള വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നുള്ളവർക്ക് കാണാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ റെഫർ ചെയ്ത ഒരു ചാനൽ എജുകഫിയ എന്ന് പറഞ്ഞൊരു ചാനലാണ്. അപ്പോൾ ആ ചാനലിൽ ആണ് ഞാൻ എൻ്റെ കംപ്ലീറ്റ് വീഡിയോസ്, അതായത് സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും സിലബസ് മനസ്സിലാക്കാനും ഞാൻ കണ്ടിരുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എജുകഫിയ. അപ്പം ആ ചാനലിൽ ഉണ്ടായിരുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ 2020 ആണ്, അതായത് 2024 സെപ്റ്റംബറിന് മുന്നേ ഉണ്ടായിരുന്ന സിലബസ് ബേസ് ചെയ്തിട്ടായിരുന്നു. സെപ്റ്റംബർ 2024 ശേഷം വലിയ ചേഞ്ചസ് ഒന്നും നമ്മുടെ സിലബസിന് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ചില പോർഷൻസ് നമുക്ക് പഠിക്കേണ്ട, അത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്, പക്ഷെ നമുക്ക് പഠിക്കേണ്ട എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ആ ചാനലിൽ കാണാതിരിക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടും. സോ ഞാനത് പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യേണ്ടത്, കൂടുതൽ എന്തിലൊക്കെ വേണം ഫോക്കസ് ചെയ്യാൻ. മാത്രമല്ല പുതിയ 2-3 പോർഷൻസ് ആഡ് ആയിട്ടുണ്ടല്ലേ, അപ്പം അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ വേറെ ചിലപ്പോൾ യൂട്യൂബ് ചാനലോ, ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ റെഫർ ചെയ്യേണ്ട കാര്യമില്ല. ആഡായ പോർഷൻസൊക്കെ വളരെ ചെറിയ പോർഷൻസ് ആണ്. അത് നമ്മുടെ ഈ മെറ്റീരിയൽസിൽ തന്നെ ഉണ്ടാവും, അപ്ഡേറ്റഡ് ആയ മെറ്റീരിയൽസിൽ തന്നെ അതുണ്ടാവും. അത് നമുക്ക് വായിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഷോർട്ട് നോട്ട് എഴുതി പോയാൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ സമ്മറൈസ്ഡ് വീഡിയോ ആണ് ഇപ്പം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് പാർട്ട് 1 അഡിഷൻസ് തന്നെ ആദ്യം നോക്കാം. അതായത് പാർട്ട് 1 ഏതൊക്കെ സിലബസ് ആണ് ആഡ് ആയിരിക്കും നോക്കാം. ഓക്കെ, അപ്പോൾ 3 സെക്ഷനിലാണ് സിലബസ് ആഡ് ആയിരിക്കുന്നത്. അതായത് സെക്ഷൻ എ, സെക്ഷൻ ഇ, സെക്ഷൻ എഫ്. ഓക്കെ, സോ സെക്ഷൻ എയിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ഏരിയയാണ് ആഡ് ആയിരിക്കുന്നത്. സോ ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പർട്ടിക്കുലർ പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റുഡൻസ് ആയ നമുക്ക് ഈ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാവണം. അതുപോലെ 2 ടൈപ്പ് കൺസോളിഡേഷൻ മോഡൽസ് ഉണ്ട്, അതായത് വേരിയബിൾ ഇൻട്രസ്റ്റ് എൻറ്റിറ്റി മോഡലും വോട്ടിംഗ് ഇൻട്രസ്റ്റ് മോഡലും. സോ ഈ രണ്ടും എന്താണെന്ന് മനസ്സിലായിരിക്കണം. അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ 3 കൺസോളിഡേഷൻ അക്കൗണ്ടിങ് ആണുള്ളത്. ഫുൾ കൺസോളിഡേഷൻ, പ്രൊപ്പോർഷനേറ്റ് കൺസോളിഡേഷൻ, ഇക്വിറ്റി കൺസോളിഡേഷൻ. ഈ മൂന്നിനെ പറ്റിയും നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൺസോളിഡേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ ഇന്റർ കമ്പനി ബാലൻസസ് ആണ് നടക്കുക, അതുപോലെ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് അത് എലിമിനേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം. അപ്പോൾ സെക്ഷൻ എയിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ആഡ് ആയിട്ടുള്ള പോർഷൻസിൽ 4 പോയിന്റ്സ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഈ 4 പോയിന്റ്സിനെ പറ്റി നമ്മൾ ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി സെക്ഷൻ ഇയിലാണെങ്കിലോ, സെക്ഷൻ ഇയില് ഗവേണൻസ്, റിസ്ക് ആൻഡ് കംപ്ലയൻസ് എന്ന് പറഞ്ഞ പോർഷനിലാണ് 2 കാര്യങ്ങളും കൂടെ ആഡ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്വസി ഓഫ് ഇന്റേണൽ കൺട്രോൾ ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, അത് എന്താണെന്നും അതിന്റെ എക്സ്പ്ലനേഷനും ആണ് പഠിക്കേണ്ടത്. ബേസിക്കലി 4 മെത്തേഡ്സ് ആണ് ഉള്ളത്: ഇൻക്വയറി, ഒബ്സർവേഷൻ, ഇൻസ്പെക്ഷൻ, റീപെർഫോമൻസ്. സോ ഇത് 4ഉം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതിന്റെ തന്നെ വേറെ ഒരു പോയിന്റും കൂടെ അവർ ആഡ് ചെയ്തിട്ടുള്ളത്, എങ്ങനെ നമുക്കിത് റെമഡിയേറ്റ് ചെയ്യാം, അത് ഹൗ ടു റെമഡിയേറ്റ് ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി. ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസീസ് റെമഡീസ് ആണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഈ 2 പോർഷൻ ആണ് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ ആഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം സെക്ഷൻ എയിൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ സെക്ഷൻ എയിൽ ആഡ് ആയിട്ടുള്ള പോർഷൻസും ഇതൊക്കെയാണ്. ഇനി സെക്ഷൻ എഫിൽ എന്താണ് ആഡ് ആയത്? ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഏരിയയിൽ എന്താണ് ഡേറ്റ മാനേജ്മെന്റ് എന്ന് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്താണ് നമ്മൾ അറിയണം. അതുപോലെ ലോജിസ്റ്റിക് റിഗ്രഷൻ ആൻഡ് വെൻ ദീസ് ടെക്നിക്സ് ആർ അപ്രോപ്രിയേറ്റ്. അതായത് ഈ 2 റിഗ്രഷൻ മോഡൽസും ഏതൊക്കെ ടൈമിലാണ് അപ്രോപ്രിയേറ്റ് ആവുക അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് റിസൾട്ട് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പാർട്ട് 1 3 സെക്ഷനിലാണ് ആഡ് ആയിട്ടുള്ളത്: സെക്ഷൻ എ, സെക്ഷൻ ഇ, സെക്ഷൻ എഫ്.
പാർട്ട് 1 തന്നെ ഡിലീറ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതായത് സെക്ഷൻ ഡിയിൽ 4 പോയിന്റ്സ് ആണ് ഡിലീറ്റ് ആയിട്ടുള്ളത്. അതായത് പ്രോസസ് കോസ്റ്റിംഗ് ഡിലീറ്റ് ആയി. അതായത് അത് വരുമ്പോൾ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻസ് ഫോർ EUP അതൊന്നും നമുക്ക് ചെയ്യണ്ട. സോ ആക്ച്വലി അത് വലിയൊരു പോർഷൻ ആയിരുന്നു. അത് എന്തായാലും ഡിലീറ്റ് ആയി നമ്മളെ സംബന്ധിച്ച് വലിയൊരു ബെനിഫിറ്റ് ആണ്. അതുപോലെ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെന്റ് ഡിലീറ്റ് ആയിട്ടുണ്ട്. വേസ് ടു ഇംപ്രൂവ് അക്കൗണ്ടിങ് പ്രോസസ്സും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്ഷൻ എഫിലാണെങ്കിൽ കൊബിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ ഏരിയയും ഡിലീറ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി ഡിലീറ്റ് ആയിരിക്കുന്നത് വളരെ വലിയ പോർഷൻസ് ആണ്. ആഡ് ആയിരിക്കുന്നത് വളരെ സിമ്പിളുമാണ്. പഠിക്കാൻ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടെ ടഫ് ഏരിയ ആയിരുന്നു. എനിവേസ് അതിപ്പോൾ ഡിലീറ്റ് ആണ് ആയിട്ടുള്ളത്. പാർട്ട് 2 നോക്കാം. പാർട്ട് 2 സെക്ഷൻസിന്റെ പേര് മാറിയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് നോട്ടീസ് ചെയ്ത ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ചേഞ്ച് ഒന്നുമല്ല, എന്നാലും നമുക്കത് പറഞ്ഞു പോവാം. അതായത് പാർട്ട് 2 സെക്ഷൻ സി മുന്നേ പറഞ്ഞിരുന്നത് ഡിസിഷൻ അനാലിസിസ് എന്നായിരുന്നു. അതിപ്പം ബിസിനസ് ഡിസിഷൻ അനാലിസിസ് ആയി. അതുപോലെ സെക്ഷൻ ഡി മുന്നേ പറഞ്ഞിരുന്നത് റിസ്ക് മാനേജ്മെന്റ് എന്നായിരുന്നു. അതിപ്പോൾ എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ് ആയി. സെക്ഷൻ ഇ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്നായിരുന്നു. അതിപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആയി. അപ്പോൾ നമുക്കിനി പാർട്ട് 2 ഏതൊക്കെ പോർഷൻ ആണ് ആഡ് ആയിട്ടുണ്ടെന്ന് നോക്കാം. അതും ഇതുപോലെ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ ഇ, സെക്ഷൻ എഫ്, അങ്ങനെ ഈ 4 സെക്ഷനിലായിട്ട് പോർഷൻസ് ആഡ് ആയിട്ടുണ്ട്. അതിൽ സെക്ഷൻ എയിൽ എന്താണ് ആഡ് ആയത്? കമ്പാരറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ, അതായത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അതിന്റെ ഡേറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പാറ്റേൺസും ട്രെൻഡും നമ്മൾ അനലൈസ് ചെയ്യാൻ പഠിക്കണം, ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. എന്തിനാണ് അത് ചെയ്യുന്നത്? അത് ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. സോ ആ ഏരിയ നമ്മൾ ഒന്ന് വായിക്കണം, അതെന്താണെന്ന് മനസ്സിലാക്കണം. ഇനി സെക്ഷൻ ബിയിൽ എന്താണ് ആഡ് ആയിട്ടുള്ളത്? റേസിംഗ് ക്യാപിറ്റൽ, അതായത് ആ പോർഷനിൽ ആഡ് ആയിട്ടുള്ളത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. എന്തിന്റെ? ഡെപ്റ്റ് ഫൈനാൻസിങ് വേഴ്സ് ഇക്വിറ്റി ഫൈനാൻസിങ്. ഈ രണ്ടും തമ്മിൽ നമ്മളിപ്പോൾ രണ്ടും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മളിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി സെക്ഷൻ ഇയിലാണെങ്കിലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് മെത്തേഡ്സ്, ആ ഏരിയയിൽ നോക്കേണ്ടതായിട്ടുള്ളത് ഡിഫൈൻ ആൻഡ് കാൽക്കുലേറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അതായത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്താണെന്നും അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും നമ്മൾ നോക്കണം. ഇനി സെൻസിറ്റിവിറ്റി അനാലിസിസ്, രണ്ടാമത്തെ ഹൗ സെൻസിറ്റിവിറ്റി അനാലിസിസ് ഇസ് യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അനാലിസിസ്. അതായത് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ സെൻസിറ്റിവിറ്റി അനാലിസിസ് ടെക്നിക്സ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ പോർഷനിൽ പഠിക്കുന്നത്. ഇനി സെക്ഷൻ എഫിൽ എങ്ങനെയാണ് ആഡ് ആയിട്ടുള്ളത്? ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ ആഡ് ആയിട്ടുണ്ട്. സോ അതിൽ വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഫ്രോഡ്സ് ഐഡന്റിഫൈ ചെയ്യുക, അതെന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫ്രോഡാണ് ഇതിൽ പറയുന്നത്? അസറ്റ് മിസ്അപ്രോപ്രിയേഷൻ, മാനിപ്പുലേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ആൻഡ് ഇൻവെന്ററി തെഫ്റ്റ്, പേറോൾ ഫ്രോഡ്, ഫേക്ക് സപ്ലയേഴ്സ്, അക്കൗണ്ട്സ് റിസീവബിൾ ഫ്രോഡ്. സോ ഇത്രയും ടൈപ്പ് ബിസിനസ് ഫ്രോഡ്സ് ഉണ്ടല്ലോ. ഇപ്പൊ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6. അത് 6 ടൈപ്പ് ബിസിനസ് ഫ്രോഡിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതേ സെക്ഷൻ എഫിൽ തന്നെ ഒരു പോർഷൻ കൂടെ ആഡ് ആയിട്ടുണ്ട്. അതായത് ഡേറ്റ എത്തിക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ്, പ്രൈവസി ആൻഡ് ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈ 4 പ്രിൻസിപ്പിൾസും എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് എന്തിനാണ് ഈ പ്രിൻസിപ്പിൾസ് എവിടെയാണ് വരുന്നത്? അതായത് with respect to how companies and artificial intelligence models use the data they collect. അതായത് ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽസ് ഒക്കെ ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, നമ്മൾ ഒരുപാട് ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഡേറ്റയ്ക്ക് ഒരു എത്തിക്സ് ഉണ്ട്, ആ ഡേറ്റ യൂസ് ചെയ്യുന്നതിന് ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. സോ ആ പ്രിൻസിപ്പിൾസ് ആണ് എന്തെന്നൊക്കെ ഫെയർനെസ്, പ്രൈവസി, ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. സോ ഈ 4 എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി പിന്നെ ഒരു പോർഷൻ കൂടെ ആഡ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദ പർപ്പസ് ഓഫ് ഗവൺമെന്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ്. എന്തിനാണ് ഗവൺമെന്റൽ ഒരുപാട് ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് ഉണ്ടല്ലോ, അത് എന്തിനാണ്, അതിന്റെ പർപ്പസ് എന്താണ്? സോ അതാണ് നമ്മൾ ഈ ഏരിയയിൽ പഠിക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ ഈ 2 പോർഷനാണ് സെക്ഷൻ എഫിൽ ആഡ് ആയിട്ടുള്ളത്. ഇനി എന്താണ് ഡിലീറ്റ് ആയിട്ടുള്ളത്? സെക്ഷൻ എഫിൽ തന്നെ മോറൽ ഫിലോസഫീസ് എന്ന് പറഞ്ഞ വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, വാല്യൂസ് ആൻഡ് എത്തിക്സ് എന്ന് പറഞ്ഞ പോർഷനും ഡിലീറ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആഡ് ആയ പോർഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് നോക്കി വെക്കുക, എന്താണെന്ന് മനസ്സിലാക്കുക. അത്രയും നമുക്ക് CMA US ആവശ്യമുള്ളൂ. എത്ര ടൈപ്സ് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ്, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ഒരുപാട് ഡീപ്പായിട്ട് പോവേണ്ട ഏരിയ ഒന്നും ഇല്ല. സോ അത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ.
നിങ്ങൾക്കിപ്പോൾ ഏകദേശം റിവൈസ് ചെയ്ത സിലബസിൽ എന്തൊക്കെ പോർഷൻസ് ആണ് ആഡ് ആയത്, എന്തൊക്കെ പോർഷൻസ് ആണ് ഡിലീറ്റ് ആയതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട. ആഡ് ആയ പോർഷൻസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. അതിൻ്റെ തിയറി ജസ്റ്റ് വായിച്ചു പോയാൽ മതി, എന്നിട്ട് അതിൻ്റെ നോട്ട്സ് ജസ്റ്റ് നിങ്ങൾ എഴുതി പോയാൽ മതി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കയ്യിരിക്കുന്ന മെറ്റീരിയൽ പഴയ മെറ്റീരിയലാണ്, ഈ പോർഷൻസ് അതിൽ കാണുന്നില്ല എങ്കിൽ വേറെ സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഒന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ മെസ്സേജ് അയക്കാം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ഒരുപാട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ലിങ്ക്ഡിനിലുണ്ട്, വാട്സപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി റീസെൻ്റ്ലി പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിൻ്റെ നിന്ന് മെറ്റീരിയൽസ് ജസ്റ്റ് ആ പോർഷൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം. ആക്ച്വലി ഇതൊരു ഷെയർ ചെയ്താണല്ലോ നമ്മളെല്ലാവരും പഠിക്കുന്നത്. സോ ആ ഓപ്ഷനും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒരുപാട് പോർഷൻസ് ഒന്നും ആഡ് ആയിട്ടില്ല, പക്ഷേ താങ്ക്ഫുള്ളി കുറേ ഭയങ്കര ഹാർഡായിട്ടുള്ള പോർഷൻസ് ഡിലീറ്റ് ആണ് ആയിട്ടുള്ളത്. സോ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ബൈ.